ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് എനർജിയാണ്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിൽ എന്ത് ഫീലിങ്സ് ആണ് ഉണ്ടാകുന്നത് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം, പോസിറ്റീവായിട്ടിരിക്കാം. നമുക്ക് നോക്കാം അവരുടെ ഓവറോൾ എനർജിയിൽ എന്ത് കാർഡാണ് വന്നിരിക്കുന്നതെന്ന്. എയ്റ്റ് ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. ഇനി നിങ്ങളോടുള്ള ഫീലിങ്സ്. ഹെർമിറ്റാണ് വന്നിരിക്കുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത. ഡെത്താണ് വന്നിരിക്കുന്നത്. ജഡ്ജ്മെൻറ്റ് കാർഡാണ് വന്നിരിക്കുന്നത്. കാർഡ് കാണിക്കാൻ പാടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് തന്നെ ഡബിൾ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഈ കാർഡും കാണിക്കാൻ പാടില്ല. മാസ്റ്റർ ഡെക്കായിട്ട് കിട്ടിയിരിക്കുന്നതും ഡബിൾ കാർഡാണ്. മനസ്സിലായല്ലോ? ഡബിൾ എനർജിയാണ് നമുക്ക് മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാൻ പറ്റാതെ ആൾ പെട്ടുപോയൊരവസ്ഥ, ആളുടെ സിറ്റുവേഷനിൽ ആൾ പെട്ടുപോയൊരവസ്ഥയാണ് ഈ കാർഡിലൂടെ നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്നത് കേട്ടോ. ഇന്നത്തെ എനർജി ഇപ്പോൾ എല്ലാവർക്കും ഇത് കണക്റ്റ് ആവണമെന്നില്ല. നിങ്ങളുടെ വ്യക്തി ശരിക്കും നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയതായിട്ട് തന്നെയാണ് കാണുന്നത്. ശരിക്കും നിങ്ങളുടെ വ്യക്തിയുടെ യാതൊരു വിവരവും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് കൂടുതൽ പേർക്കും ഇത് കാണുന്നത്. അതാണ്, ആളുടെ ഒരു വിവരവും ഇല്ല, ആളുടെ ഒരു മെസ്സേജോ കോളോ ഒന്നുമില്ല. ആൾ നിങ്ങളിലേക്ക് വരുന്നില്ല. കുറേ നാളായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നതെങ്കിൽ ആളുടെ ഒരു അനക്കോ നിങ്ങളിലേക്ക് വരുന്നില്ല ഉണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ റീഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ മനസ്സിലാക്കാം, ആളിപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഏതോ ഒരു സിറ്റുവേഷനകത്ത് ആൾ പെട്ടുപോയൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ആളുടെ ഫീലിങ്സ് നോക്കുന്ന സമയത്ത് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് നിങ്ങളെ ഒരുപാട് മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത് ഈ ഒരു സമയത്ത്. ആ വ്യക്തി ഇപ്പോൾ ഒരു ഒറ്റപ്പെട്ടൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. നിലവിൽ ആളെല്ലാം മനസ്സിലാക്കി ഒരുപാട് വൈകിപ്പോയി, മനസ്സിലാകുമ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയി. ആൾക്കാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തോട്ട് വരാനും പറ്റാത്തൊരവസ്ഥയിലുള്ളത്. ഇനി നിങ്ങളെക്കുറിച്ച് എന്താണ് ആൾ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. ഒരുപാട് വൈകി ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതും ഒരുപാട് സമയം ഇത് ചിലവർക്ക് വർഷങ്ങളെടുക്കും. വർഷങ്ങളായിട്ടും വെയിറ്റ് ചെയ്യുന്നവരുണ്ടാവും കേട്ടോ. ഒരു വർഷത്തിലും മേലെ കാത്തിരിക്കുന്നവരുണ്ടാവും. എന്നിട്ടും ആളുടെ ഒരു അനക്കവും ഇല്ലാത്തവരുടെ ഒരു റീഡിംഗ് ആണ് നമുക്ക് കൂടുതൽ കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങളെക്കുറിച്ച് ആൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. ആൾക്കറിയാം നിങ്ങൾ ആളെ കാത്തിരിക്കുന്നു. ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് തന്നെ ആ ഒരു ഡെത്താണ്. വേദനാജനകമായ ഒരു സിറ്റുവേഷൻ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ആൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നിങ്ങൾ ഇതിനൊരു റീബർത്ത് ഉണ്ടാകും എന്നുള്ള ഒരു സ്വപ്നത്തിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ വ്യക്തിക്ക് അതറിയാം. അതാണ് ആൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ആൾക്ക് ശരിക്കും ബോധ്യമുണ്ട് നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളത് ഈ വ്യക്തിക്ക് അറിയാം. അതാണ് ആൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ. പക്ഷേ ഇതൊക്കെ നമുക്കറിയാം. ജഡ്ജ്മെൻറ്റ് കാർഡാണ് വന്നിരിക്കുന്നത്. ഇങ്ങനൊരു വിധി നിങ്ങൾക്ക് യൂണിവേഴ്സാണിത് കേട്ടോ. നമുക്ക് വന്നിരിക്കുന്നത് തന്നെ ജഡ്ജ്മെൻറ്റ് കാർഡാണ്. അപ്പോൾ ഈ ഒരു സപ്രഷൻ ഇങ്ങനെ ആക്കിയത് തന്നെ യൂണിവേഴ്സാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ശരിക്കും ഇത് നിങ്ങളുടെ കർമ്മയാണ് കേട്ടോ. പാസ്റ്റ് ലൈഫിലുള്ള ഒരു കർമ്മയുടെ ഭാഗമായിട്ട് ഈ ജന്മത്തിൽ നിങ്ങൾ ഇങ്ങനെ ഒരു അനുഭവിക്കേണ്ട ഒരു നിയോഗം ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സപ്രഷൻ. ആൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാത്തോ ഇതൊക്കെ ഒരു എന്താ പറയുക, ജഡ്ജ്മെൻറ്റ് കാർഡ് അതാണ്. അപ്പോൾ വിധി നിർണായക ഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത്, ഈ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇനി എന്താണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം.
ഇപ്പോൾ എന്താ പറയുക, വിധിപ്രകാരമാണ് ഇപ്പോഴത്തെ ഈ ഒരു സംഭവമൊക്കെ ഒരു വിധിപ്രകാരം നടന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു സെപ്പറേഷൻ വരേണ്ടതുണ്ട് നിങ്ങൾക്ക് കേട്ടോ. അപ്പം അത് പ്രകാരമാണ് ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ 2 പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. ഈ ഒരു സമയത്ത് അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് നിങ്ങളെ ഒഴിവാക്കാൻ പറ്റുന്നില്ല. എന്നാൽ അവരുടെ രണ്ടും, അതായത് ഒരു സൈഡ് അവരുടെ കരിയർ സംബന്ധമായ പ്രശ്നങ്ങളോട് അവർ ഭയങ്കര ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ ഒരു ഭാഗത്ത് നിങ്ങളും അവരുടെ കൂടെ ഉണ്ടെന്നാണ് കാണുന്നത്. അപ്പോൾ രണ്ടും കൂടി അവരുടെ മൈൻഡ് ഓക്കെ അല്ല. മൈൻഡിൽ ഒരുപാട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭയങ്കര ഒരു പ്രശ്നത്തിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത്. ജഗ്ലിങ് സിറ്റുവേഷനാണ് അവരുടെ കാര്യത്തിൽ കാണുന്നത്. സ്റ്റക്കാണ് ആൾ, കണ്ടില്ലേ? കാരണം ഫീലിങ്സിൽ പോലും ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്തുമാത്രമുണ്ട് ഈ വ്യക്തിക്ക് എന്നുള്ളത് നോക്കുന്ന സമയത്ത് തന്നെ ആൾ സ്റ്റക്കാണ്. എന്നാൽ ആൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ വില മനസ്സിലാകുന്നുണ്ട്, നിങ്ങൾ എത്രത്തോളം ആൾക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് ഈ ഒരു സമയത്ത് ആൾക്ക് മനസ്സിലാകുന്നു. എങ്കിലും ആൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ ആൾക്ക് സ്റ്റക്കാണ്. നിങ്ങളുടെ കാര്യം വരുന്ന സമയത്ത് ആൾ സ്റ്റക്കാണ്. ഇതല്ലേ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നോക്കുമ്പോഴും നമുക്ക് ആ ഡെപ്താണ് വന്നിരിക്കുന്നത്. പക്ഷെ ആൾക്കൊരു തീരുമാനം എടുക്കാനും പറ്റുന്നില്ല. ഇതൊക്കെ അറിയാം, നിങ്ങൾ എത്രത്തോളം വേദനിക്കുന്നുണ്ട്, ഒരുപാട് നിങ്ങൾ വേദനയിലൂടെയാണ് കടന്നു പോകുന്നത് ഒക്കെ ആൾക്ക് അറിയാം. പക്ഷേ ആൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. 2 ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. ഇനിയിപ്പോൾ ജഡ്ജ്മെൻറ്റ് കാർഡിൽ വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂണാണ്. അപ്പോൾ സമയം നിങ്ങൾക്ക് അനുകൂലമായി വരും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കുക, ഇതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനൊരു നിയോഗം വന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊരു നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനൊരു സെപ്പറേഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. അത്രയും നല്ല രീതിയിൽ പോയൊരു ബന്ധമായിരിക്കണം, അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങൾ വിശ്വാസത്തോടെ ഇത് മുന്നോട്ട് പോയിട്ടുണ്ടാവണം. ഒരിക്കലും നോ കോണ്ടാക്റ്റ് ആവും, അല്ലെങ്കിൽ ഇതൊരു എൻ്റെ ആയതുപോലെയാണ് ഈ കണക്ഷൻ കേട്ടോ. നോ കോണ്ടാക്റ്റ് അല്ല, അത് കുറച്ച് പേർക്ക് മാത്രമാണ്, ഒരു 10% പേർക്ക് മാത്രമാണ് ഇതൊരു നോ കോണ്ടാക്റ്റ്. ബാക്കിയുള്ളവർക്കൊക്കെ ഈ ഒരു ബന്ധം തന്നെ എൻ്റെ ആയൊരു അവസ്ഥയിലേക്കാണ് ഇത് പോയിരിക്കുന്നത്. പക്ഷെ നിങ്ങളിപ്പോഴും ആൾക്ക് കാത്തിരിക്കുന്നത് ഇവിടെ കാണുന്നുണ്ട്. അത്രയും വേദനാജനകമായ ഒരു സിറ്റുവേഷൻ കൂടിയാണ് ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നത് കേട്ടോ. പക്ഷേ ഈ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു വിധിയാണ്. ഇത് വിധിപ്രകാരം കർമ്മയുടെ പാസ്റ്റിൽ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ അനുഭവിക്കേണ്ട കുറേ കാര്യങ്ങൾ ഈ ജന്മത്തിൽ നിങ്ങൾ അനുഭവിക്കേണ്ട ഒരു അവസ്ഥ, അതും ഈ വ്യക്തി മുഖേന നിങ്ങൾ അനുഭവിക്കേണ്ട ഒരു അവസ്ഥ, അതാണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ അനുഭവിക്കണം എന്നുള്ളത് നിയോഗത്തിലുണ്ട്. അപ്പോൾ ആ നിയോഗം പോലെ നടക്കൂ. എന്തൊക്കെയാണെങ്കിലും കാര്യങ്ങൾ വിധിപ്രകാരമാണ് നടക്കുന്നത് എന്നാണ് നിങ്ങളുടെ കാര്യത്തിൽ കാണുന്നത്. പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു സമയം വരുന്നുണ്ട് എന്നാണ് നമുക്ക് ഈ ഒരു കാർഡിലൂടെ മനസ്സിലാവുന്നത് കേട്ടോ. യൂണിവേഴ്സിൻ്റെ ഒരു കാർഡാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. യൂണിവേഴ്സിൻ്റെ ഒരു മെസ്സേജാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ. ഒരു ഓവറോൾ എനർജിയിൽ ഈ വ്യക്തി ആൾ സ്റ്റക്കാവുന്ന വേറൊന്നും കൊണ്ടല്ല, ഫാമിലി ബ്ലാക്ക് എനർജി കാണുന്നുണ്ട് കേട്ടോ. അതേപോലെ ഫാമിലി കുറച്ചൊരു ആളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഫാമിലി പരമായ കാര്യത്തിലൊക്കെ ആളിങ്ങനെ സ്റ്റക്കാവുന്നുണ്ട്. ഫാമിലിയിൽ സ്റ്റക്കാവുന്നതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ തേർഡ് പാർട്ടി കണക്ഷൻ ഈ വ്യക്തിക്ക് ഉണ്ടായെന്നിരിക്കാം കേട്ടോ. അതിൽ ഈ വ്യക്തി സ്റ്റക്കായതായിരിക്കാം. അപ്പം എങ്ങനെയായാലും കുറച്ച് പേർക്ക് അങ്ങനെ കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് സിറ്റുവേഷനിൽ സ്റ്റക്കായതായിരിക്കാം. അതായത് അവരുടെ അമ്മയായിരിക്കാം ഇതിന് കാരണം, അല്ലെങ്കിൽ സിസ്റ്റർ ആയിരിക്കാം ഇതിന് കാരണം. അതിൽ കുറച്ച് വിഭാഗം പേർക്ക് വേറൊരു വ്യക്തിയാണ്, കണക്ഷനാണ് ഇതിന് കാരണം കേട്ടോ. അപ്പം എങ്ങനെയായാലും ആൾ സ്റ്റക്കാണെന്നാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ 6 ഓഫ് ഷോർട്സാണ് എനർജി വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴും അയാൾക്ക് നിങ്ങളെ ഓർക്കുന്ന സമയത്തും നിങ്ങളിലേക്ക് തിരിച്ച് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നുണ്ട്. മാത്രം ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അയാളെ തളർത്തുന്നതായിട്ടാണ് കാണുന്നത്. വല്ലാത്തൊരു മാനസിക അവസ്ഥയാണ്. ആൾക്കൊരു സന്തോഷം
നിങ്ങളെ ഒക്കെ ഉണ്ട്, മനസ്സിനകത്തൊക്കെ ഉണ്ട് നിങ്ങളുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകണം. അതൊക്കെ ഉണ്ടെങ്കിലും ഇവിടെയും വന്നിരിക്കുന്ന മൂണാണ്. ആളുടെ ആ ഒരു സിറ്റുവേഷനിൽ ആൾ സ്റ്റക്കാണ് അപ്പോഴും കേട്ടോ. സിക്സ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. തീർച്ചയായിട്ടും അയാളുടെ മനസ്സിൽ നിങ്ങളുമൊത്ത് ഈ ഒരു കാര്യത്തിൽ, അതായത് നിങ്ങളോടൊത്ത് മുന്നോട്ട് പോകണം, നിങ്ങളുടെ അടുത്തേക്ക് വരണം. നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ആ ഒരു അവസ്ഥയാണെങ്കിൽ ഈ ഒരു ബന്ധം തിരിച്ച് പിടിക്കണം. എത്രയൊക്കെ ഇനി പ്രശ്നങ്ങൾ ഈ ഒരു ഇതിലുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തിക്ക് അതൊരു ആഗ്രഹമുണ്ട് കേട്ടോ. ഇപ്പോഴും നിങ്ങളെ വിട്ട് കളഞ്ഞിട്ടില്ല ആൾ. അത് നമുക്ക് മനസ്സിലായില്ലേ. 2 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളെ വിട്ട് കളയുന്നില്ല ആൾ. ഇങ്ങനെയാണെങ്കിലും ആൾ നിങ്ങളെ വിട്ട് കളഞ്ഞിട്ടില്ല. ഇപ്പോഴും മനസ്സുകൊണ്ട് ആൾക്ക് നിങ്ങളിലേക്ക് തിരിച്ച് വരണം എന്ന് തന്നെയാണ് വലിയൊരു ആഗ്രഹം. അത് തന്നെയാണ് കേട്ടോ. തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെങ്കിലും ആഗ്രഹിക്കുന്നു നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട്. കാരണം വേറൊന്നുമല്ല, മൂന്നാമത്തെ ഒരു വ്യക്തിയാണ് കാരണം. അപ്പം നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. നല്ല രീതിയിൽ അത് കുറച്ച് പേർക്ക് അങ്ങനെ തന്നെ കാണുന്നുണ്ട്. അത്രത്തോളം ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ കൂടിയാണ് ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നത്. വെറുതെ അല്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇതിന് മെയിൻ കാരണം നിങ്ങൾക്കിടയിൽ ഈ ഒരു കാർഡ് കാണുന്ന സമയത്ത് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ സ്നേഹം നല്ല രീതിയിൽ പോകുന്ന സമയത്തായിരിക്കും ഇടയ്ക്ക് വെച്ച് കയറി വന്ന ഒരു വ്യക്തിയായിരിക്കണം. ഒന്നെങ്കിൽ അവരുടെ എക്സ് ആയിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു വ്യക്തി അവരുടെ ലൈഫിലേക്ക് കയറി വന്നു. ഇത് തന്നെയാണ് നിങ്ങൾക്കിടയിൽ മൂന്നാമതൊരു വ്യക്തി കയറി വന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. യാതൊരു സംശയമില്ല. അത് ഇപ്പോൾ എന്താ പറയുക, ഫാമിലി കാര്യത്തിലായാലും ശരി, അവരുടെ ഫാമിലിയിൽ നിങ്ങൾക്കിടയിൽ ഇപ്പോൾ എന്തോ ആവാം കേട്ടോ. എന്നുവെച്ചാൽ കണക്ഷൻ ഉണ്ട്. കുറച്ച് പേർക്ക് അങ്ങനെ കാണുന്നുണ്ട് നല്ല രീതിയിൽ. വേറൊരു കണക്ഷൻ തന്നെ നിങ്ങൾക്കിടയിൽ കയറി വന്നിട്ടുണ്ട്. ആ വ്യക്തിനെ മനസ്സ് മാറ്റിയതായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ അതാണ് ആൾ സ്റ്റക്കാവുന്നതും. ആൾക്ക് എന്താ പറയുക, 2 സിറ്റുവേഷനിലും ആൾ നിൽക്കേണ്ട ഒരു അവസ്ഥ. അപ്പോൾ 2 സിറ്റുവേഷനും ഇവിടെ കണ്ടോ. 2 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. അതായത് ആൾക്ക് നിങ്ങളെയും വേണം, ആ ഒരു വ്യക്തിനെയും വേണം. അപ്പോൾ രണ്ടും ആൾക്ക് വിട്ട് കളയാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് കാണാം ഡബിൾ എനർജിയാണ് മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ആൾ അവിടെ സ്റ്റക്കായ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ഫിനാൻസിൻ്റെ കാര്യത്തിലായിരിക്കും ആൾ സ്റ്റക്കാവുന്നത്. കാരണം ഇവിടെ 3 ഓഫ് പെൻറ്റിക്കിൾസ് വന്നിട്ടുണ്ട് ആളുടെ എനർജിയിൽ. ഒരു പൈസയുടെ കാര്യത്തിലാണ് ആൾ കൂടുതലും അവരിലേക്ക് സ്റ്റക്കാവാൻ കാരണം. അവരിൽ നിന്ന് ഊരിപ്പോരാനായിട്ട് ഈ വ്യക്തിക്ക് പറ്റുന്നില്ല. ഒരു എന്താ പറയുക, ക്യാഷിൻ്റെ ഇടപാട് കാരണമാണ് ആൾ കൂടുതലും ആ ഒരു ബന്ധത്തിലേക്ക് സ്റ്റക്കാവാൻ കാരണം. ഇത് കുറച്ച് പേർക്ക് അങ്ങനെയാണ് കാണുന്നത്. കുറച്ച് പേർക്ക് ഫാമിലി പരമായ കാര്യത്തിൽ ആൾ സ്റ്റക്കായതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പം എങ്ങനെയായാലും നിങ്ങൾക്കിടയിൽ മൂന്നാമത് വ്യക്തി ഉണ്ടെന്നുള്ളത് സത്യം തന്നെയാണ് കേട്ടോ. അതാണ് കാണുന്നത്. പക്ഷേ മനസ്സിൽ ഇപ്പോഴും നിങ്ങളോടുള്ള സ്നേഹത്തിന് യാതൊരു കുറവുമില്ല. ആൾക്ക് ഇപ്പോഴും സ്നേഹമുണ്ട്. പക്ഷെ ആൾ പെട്ടുപോയി എന്നുള്ളത് ആളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കണ്ടോ, നിങ്ങളോടുള്ള സ്നേഹം എന്ന് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ എംപ്രസ് എനർജിയാണ്. കണ്ടില്ലേ, നിങ്ങളോടുള്ള ഫീലിങ്സ് ആൾക്ക് എങ്ങനെയാണെന്ന് നോക്കുന്ന സമയത്ത് എംപ്രസ് എനർജിയാണ്. എംപ്രസ് എന്ന് പറയുമ്പോൾ അത്രത്തോളം നിങ്ങളെ ആൾ ആഗ്രഹിക്കുന്നു. ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ട ഒരു പരിഗണന, സ്നേഹം, കെയർ, സപ്പോർട്ട് ഒക്കെ തന്നൊരു വ്യക്തിയാണെന്നാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ ആൾക്ക് ഇപ്പോഴും ഉണ്ട് നിങ്ങളോട്. നിങ്ങളിപ്പോഴും ആളെ അന്വേഷിക്കുന്നുണ്ടാവാം. അയാളിപ്പോഴും മനസ്സുകൊണ്ട് ആൾ നിങ്ങളെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആയിരുന്നു ഒരു സമയത്ത്. നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടോ ഒരു പാരൻസിനെ പോലെ ആയിരിക്കണോ എന്ന് വെച്ചാൽ, അതുപോലെ ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും ഈ വ്യക്തിയുടെ സ്നേഹം കാണുന്ന സമയത്ത്. അത്രത്തോളം ഫീൽ ചെയ്തിട്ടുള്ള ഒരു കണക്ഷനാണ്. ഒരു സമയത്ത് ഒരു തേർഡ് പാർട്ടി കാരണമാണ് ഇന്നിപ്പോൾ ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊന്നും നിങ്ങളിപ്പോൾ പോകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അത്രത്തോളം വേദനാജനകമായ ഒരു സിറ്റുവേഷൻ കൂടിയാണ് കടന്നു പോകുന്നത്. ആൾക്ക് ഇതൊക്കെ അറിയാം. പക്ഷെ എന്ത് തീരുമാനം എടുക്കാൻ ആ വ്യക്തിക്ക് പറ്റുന്നില്ല. എന്നിട്ട് നിങ്ങളെ മറക്കാനും പറ്റുന്നില്ല, നിങ്ങളെ വിട്ടു കൊടുക്കാനും പറ്റുന്നില്ല. കാരണം നിങ്ങളെ വേണം ആൾക്ക്, നിങ്ങളില്ലാതെ പറ്റില്ല. വീണ്ടും നിങ്ങളുടെ ആ ഒരു ലൈഫിൽ തന്നെ എല്ലാം മറന്ന് തിരിച്ചു വരണം എന്നാണ് ആൾ ആഗ്രഹിക്കുന്നത്. എല്ലാം അവസാനിപ്പിച്ച് തിരിച്ചു വരണം എന്ന് തന്നെയാണ് ആൾ ആഗ്രഹിക്കുന്നത്.
പക്ഷേ തേർഡ് പാർട്ടി കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് ആൾക്ക് ഒരു തീരുമാനം നേരെ വണ്ണം എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഇതിൽ കുറച്ച് പേർക്ക് പറയുകയാണെങ്കിൽ ഇവർക്കുണ്ടല്ലോ, നിങ്ങളുടെ വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ഓരോന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ. എന്നുവെച്ചാൽ ആൾ എന്ത് തീരുമാനിക്കണം എന്നുള്ളത് ഫ്രണ്ട്സിൻ്റെ കാര്യവും ഈ വ്യക്തി കേൾക്കുന്നതുകൊണ്ടാണ് കൂടുതൽ കേട്ടോ. എല്ലാം കൊണ്ടാണ് ആൾ സ്റ്റക്കായത് കേട്ടോ. അതാണ് ചിന്തിക്കുന്നത് ആൾ. അപ്പം നിങ്ങളുടെ ആ ഒരു ചിന്താഗതിയിൽ ഈ വ്യക്തിയുടെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആൾക്ക് ഒരു തീരുമാനം എടുക്കാൻ നേരെ പറ്റുന്നില്ല. എന്താണ് തീരുമാനിക്കേണ്ടത്? കാരണം ആൾ നിങ്ങളെ, ഇവിടെ കുറച്ച് പേർക്ക് അങ്ങനെ കാണുന്നുണ്ട്, നിങ്ങളെ ഒരു ഓപ്ഷനാക്കി വെച്ചിരിക്കുക ഈ ഒരു സമയത്ത്. അപ്പം കുറച്ച് പേർക്ക് അങ്ങനെയാണ് കാണുന്നത്. കാരണം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആൾക്ക് നിങ്ങളെയും വേണം, ആളുടെ ജീവിതത്തിൽ നിങ്ങളെയും വേണം. പക്ഷേ മറ്റ് വ്യക്തികളും ആൾ ആലോചിക്കുന്നത് ആ ഒരു സമയം തന്നെ അവർ തേർഡ് പാർട്ടി കണക്ഷനും ആൾ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ നിങ്ങളിലേക്ക്, അതാണ് ഞാൻ പറഞ്ഞത്, ആൾക്ക് ഇടയ്ക്കിടയ്ക്ക് ആളുടെ മൈൻഡ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു സമയത്ത് ആൾക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരണം, എന്നാൽ ഒരു സമയത്ത് ആൾക്ക് ഡിസിഷൻ എടുക്കാനും പറ്റുന്നില്ല. എന്നാൽ ആൾക്കറിയാം നിങ്ങളെക്കുറിച്ചുള്ള അവസ്ഥ, എല്ലാം ആൾക്കറിയാം. അതാണ് കാണുന്നത്. ഇവിടെ നോക്കുന്ന സമയത്ത് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ നല്ല രീതിയിൽ വേദനിപ്പിച്ചതായിട്ട് തന്നെയാണ് കാണുന്നത്. ആൾ എന്താ പറയുക, പല സമയത്തും നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുന്ന സമയത്തൊക്കെ ദേഷ്യപ്പെടുന്നുണ്ടാവാം. ഈ ഒരു സമയത്തൊക്കെ ആൾ നിങ്ങളിലേക്ക് നോ കോണ്ടാക്റ്റ് ആയിട്ടുണ്ടാവാം. എന്നുവെച്ചാൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് ആൾക്ക് ഭയങ്കര ദേഷ്യവും ഭയങ്കര നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടാവാം. നിങ്ങൾക്ക് ഒരു സമയത്ത് പരിഗണന തന്ന വ്യക്തി പിന്നൊരു സമയത്ത് തൊട്ടതിനും പിടിച്ചതിനൊക്കെ ദേഷ്യം, ഒരു സമാധാനവും നിങ്ങൾക്ക് തരുന്നില്ല. ആൾ ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി ആൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറി നിൽക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ആൾ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്നുണ്ടാവാം. ഇതാണ് കാണുന്നത് കേട്ടോ. പക്ഷേ ഫീലിങ്സ് ഉണ്ട് കേട്ടോ. അവർക്ക് എന്തൊക്കെയാണെങ്കിലും ശരി, ആളുടെ ഉള്ളിൽ നിങ്ങളോടുള്ള ഫീലിങ്സിനൊന്നും യാതൊരു കുറവില്ല. പക്ഷെ ഇപ്പോഴും ആ ഒരു ദേഷ്യം ഉള്ളിലുണ്ട്. കാരണം നിങ്ങൾ എന്തൊക്കെയോ തരത്തിൽ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ടാവില്ല. ഇപ്പം നിങ്ങൾ വലിയ രീതിയിൽ ആളെ നിങ്ങളെ വേദനിപ്പിച്ചതിന് ശേഷമായിരിക്കണം ഈ ഒരു സമയത്ത്. കുറച്ച് പേർക്ക് അങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പേർ, നിങ്ങളുടെ വ്യക്തിയായാലും ശരി, ഇപ്പോൾ ഈഗോ പിടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നില്ല, പക്ഷെ നിങ്ങളായാലും അങ്ങോട്ട് പോകുന്നില്ല. ഒരുപാട് തവണ നിങ്ങൾ പോയിട്ടുണ്ടാവും, ചേസ് ചെയ്തിട്ടുണ്ടാവും, വിളിക്കുന്നുണ്ടാവാം. അപ്പോഴെല്ലാം നിങ്ങളെ വലിയ രീതിയിൽ പരിഗണന തരാത്തത് കൊണ്ട് തന്നെ ഈ വ്യക്തിയും ഇപ്പോൾ അങ്ങനെ തന്നെയാണ് കാണുന്നത് കേട്ടോ. എന്നുവെച്ചാൽ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളും അങ്ങോട്ട് പോകുന്നില്ല, ആളൊട്ടും ഇങ്ങോട്ടും വരുന്നില്ല. രണ്ടു പേർക്കും ഒരു ഈഗോ എന്ന രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ആൾക്ക് ഇതിലൊരു ബാലൻസ് വേണം. അത് ഫിനാൻസ് സംബന്ധമായ കാര്യം കേട്ടോ. ശരിക്കും ഇതിൽ വന്നത്, തടസ്സമായിട്ട് വന്നത് ആൾക്കൊരു ഫിനാൻസ് കൊടുക്കൽ വാങ്ങലുകളിലാണ് ഈ ഒരു ബന്ധം ഇങ്ങനെ ആയത്. ഈ ഒരു തേർഡ് പാർട്ടി കടന്ന് വന്നത്, അതിന് ശേഷമാണ് ആൾ ശരിക്കും ഫോക്കസൊക്കെ മാറ്റിയത് നിങ്ങളിൽ നിന്നും. ഫീലിങ്സ് ഒക്കെ ഒരു വശത്താണ് ആൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതാണ് മെയിനായിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് ആൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ രണ്ട് മൈൻഡ് വരാൻ കാരണം അതുകൊണ്ടാണ്. പക്ഷേ എന്നിരുന്നാലും യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. കാരണം അവർക്ക് ഇപ്പോൾ തടസ്സമാണ്. ഇപ്പോൾ ഒരിക്കലും വരാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥ കൊണ്ട് ഒരിക്കലും വരാൻ പറ്റില്ല അല്ലേ. ടവർ വന്നിട്ടുണ്ട്, അതുപോലെ 5 ഓഫ് വാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് 7 ഓഫ് വാൺസ് ആണ് കേട്ടോ. പിന്നെ വന്നിരിക്കുന്നത് സ്ട്രെങ്ത് കാർഡാണ്. തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയ്ക്ക് ചേഞ്ച് വരും. കാരണം 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇതും യൂണിവേഴ്സിൻ്റെ കാർഡിലേക്കാണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു സമയം നിങ്ങൾക്ക് വേണ്ടി മാറാൻ പോകുന്നു എന്നുള്ളത്. ഇത് എന്ന് പറയുന്നത് ഈ ഒരു 10 ഓഫ് കപ്സ് തന്നെയാണ്. ഈ ഒരു ഫാമിലി പോലെ നിങ്ങൾ വീണ്ടും ഒരുമിക്കും എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പോഴെന്തവസ്ഥയാണെങ്കിൽ, ഇപ്പോഴത്തെ ഒരു അവസ്ഥ കൊണ്ട് തേർഡ് പാർട്ടിയിൽ നിന്ന് ആൾക്ക് പുറത്ത് കിടക്കാൻ പറ്റുന്നില്ലെങ്കിലും വീണ്ടും അതിന് പറ്റും എന്നാണ് പറയുന്നത് കേട്ടോ. അത് ഒരു സമയത്ത് അതൊഴിഞ്ഞു മാറും. അതിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക യൂണിവേഴ്സിനോട് കേട്ടോ. ഒഴിഞ്ഞു മാറാനായിട്ട് പ്രാർത്ഥിക്കുക.
കാരണം ഇത് ഒഴിഞ്ഞു മാറും എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം എപ്പോഴും ഒരുപോലെ ആവില്ല. ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ കൊണ്ട് ആളുടെ ഫിനാൻസ് സംബന്ധമായ കാര്യത്തിലാണ് ആൾ പെട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, തേർഡ് പാർട്ടികളെ ശരിക്കും പിടിച്ചു വെച്ച പോലെയാണ് ഉള്ളത് ആളുടെ കാര്യത്തിൽ. ഈ തേർഡ് പാർട്ടിയാണ് കൂടുതൽ ഈ വ്യക്തിനെ പിടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു സമയത്തുന്ന സമയത്ത് അത് ഒക്കെ മാറിക്കിട്ടും. അത് ഇവിടെ ബ്ലാക്ക് മാജിക്കൽ എനർജി ചെയ്തതായിട്ടൊക്കെ കാണുന്നുണ്ട് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആൾ. ആ ഡബിൾ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്ലാക്ക് മാജിക്കൽ എനർജി കാര്യമായിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ കാര്യത്തിൽ. അപ്പോൾ അതിൻ്റെ ആ ഒരു എഫക്റ്റ് കുറയുന്ന സമയത്ത് അതൊക്കെ മാറിക്കിട്ടും കേട്ടോ. എന്തായാലും ശരി, നമുക്ക് യൂണിവേഴ്സ് കാർഡിൽ എന്തായാലും മനസ്സിലാവുന്നത് 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പോരാതെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. നല്ല സമയമാണ് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ആൾ നിങ്ങൾ എന്തൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും, എന്തൊക്കെ പഴയ ആളല്ലായിരിക്കാം, ഒരുപാട് മാറ്റം നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടാവാം. പഴയ ആളെന്ന് പറയുന്നത് നിങ്ങളെ അത്രത്തോളം കെയർ ചെയ്ത വ്യക്തി പിന്നീട് എന്തെങ്കിലുമൊക്കെ അപ്പോഴേക്കും ദേഷ്യം വരുന്നുണ്ടാവാം നല്ല രീതിയിൽ. അപ്പോൾ എങ്ങനെയായാലും ശരി, ഈ വ്യക്തിയുടെ എനർജി നല്ല മാറ്റം വരും. കാരണം എന്തൊക്കെ ദേഷ്യപ്പെട്ടാലും നിങ്ങളുടെ മനസ്സിൽ, ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ട് കേട്ടോ. അവരുടെ ഫീലിങ്സിലൊക്കെ കാണുന്നുണ്ട് നിങ്ങളെ. ഒത്തിരി ഫീലിങ്സ് ഉണ്ട്, സ്നേഹമുണ്ട് കേട്ടോ. മെയിനായിട്ട് പറ്റിയിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല, ഒരു തേർഡ് പാർട്ടി കണക്ഷനിൽ ചെന്ന് പെട്ടതാണ് ഏറ്റവും വലിയൊരു. അതിനുശേഷമാണ് ആൾക്ക് നിങ്ങൾക്ക് വേണ്ട ഒരു പരിഗണന തരാനും പറ്റുന്നില്ല, നിങ്ങളിലേക്ക് ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല, നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല നിങ്ങളുമായിട്ട് ബന്ധം. ഇതൊക്കെ അതുകൊണ്ടാണ് ആൾക്ക് ഫിനാൻസ് സംബന്ധമായ കാര്യത്തിലാണ് ഇത് വന്നിരിക്കുന്നത്. കൊടുക്കൽ വാങ്ങലുകളിലാണ് ഇത് ഇങ്ങനെ, ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ തകരാൻ കാരണം അതാണ് കേട്ടോ. അപ്പോൾ അതുമായിട്ട് കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം. എബ്രോഡ് 25 പൂരം നക്ഷത്രം, തിരുവനന്തപുരം, മിറാക്കിൾസ് ടൈലറിംഗ്, W എന്ന് കിട്ടിയിട്ടുണ്ട്. D ആണ്, ലെറ്റർ D. അശ്വതി, ബ്ലൂ കളർ, മാരേജ് മാർച്ച് മാസം, വൈറ്റ് കളർ, ലെറ്റർ L ആണ് വന്നിരിക്കുന്നത്. ചിത്തിര, ഗ്രീൻ കളർ, ലെറ്റർ നമ്പർ 1 ആണ് വന്നിരിക്കുന്നത്. 46 ആണ്, 21, 38 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക് യു.